ഈ യാത്രയുടെ ലാസ്റ്റ് ലെഗിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും ലുക്ക് ഫോർവേഡ് ടു ചെയ്ത ഒരു യാത്രയാണ് ഇന്ന് ഞങ്ങൾ നടത്താൻ പോകുന്നത്. ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അതിൻ്റെ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നതും പല നിറങ്ങളിലുള്ള ഒരു പൂ വിടർന്ന് നിൽക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കൃത്യം 12 മണിയായപ്പോഴത്തേനും അവിടെയുള്ള ഒരു ചേർച്ച്, സെൻറ്റ് ജോൺസ് ചേർച്ചിൽ നിന്ന് ഏതാണ്ട് 5 മിനിറ്റോളം നിർത്താതെ മണിയടിക്കുന്നു. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം. അപ്പം പല മാർഗ്ഗങ്ങൾ ഇവർ തേടുന്നുണ്ട്, എങ്ങനെ കൊന്നൊടുക്കുക എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ അതിനകത്തോട്ട് കൊണ്ടുപോയി ഇതേ സൈക്ലോൺ ബി വെച്ചിട്ട് അവരെ കൊന്നൊടുക്കുകയുണ്ടായി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത് 12:30-ക്കാണ്. ഞങ്ങൾക്ക് രാവിലത്തെ കുറച്ച് സമയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത്തേന് അവിടെ ഒരു സിറ്റി ടൂറുണ്ട്, സിറ്റി വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും ആൾക്കാർ ഒരുമിച്ച് ഗ്യാദർ ചെയ്യും. അവിടുന്ന് അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഗ്രൂപ്പോ 2-3 ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൊണ്ടുപോയി സിറ്റിയിലുള്ള പല ജൂയിഷ് ഗെറ്റോസ്, പിന്നെ അവരുടെ സിനഗോഗ്സ്, ചേർച്ചസ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു സിറ്റി ടൂറുണ്ട്. അതിൽ ഞങ്ങൾ പാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കൃത്യം 12 മണിയായപ്പോഴത്തേനും അവിടെയുള്ള ഒരു ചേർച്ച്, സെൻറ്റ് ജോൺസ് ചേർച്ചിൽ നിന്ന് ഏതാണ്ട് 5 മിനിറ്റോളം നിർത്താതെ മണിയടിക്കുന്നു. അപ്പോൾ സാധാരണ ഈ യൂറോപ്പിലെല്ലാം ഓരോ മണിക്കൂറിലും ചർച്ചിൽ നിന്ന് മണിയടിക്കാറുണ്ട്. 5 മിനിറ്റോളം മണിയടിക്കുന്നതായിട്ട് ഞാൻ ടൂർ ഗൈഡിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത്, ഇത് ഉക്രൈൻ സപ്പോർട്ടിൽ, റഷ്യ-ഉക്രൈൻ വാറിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ ഉച്ച സമയത്തും 12 മണിക്കും 5 മിനിറ്റ് മണി മുഴക്കുമെന്ന്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളിനി പോകുന്നത് വിൽനിയസിലേക്കാണ്, ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഫ്ലിക്സ് ബസ് എടുത്തു ലിത്വാനിയയിലേക്ക് യാത്ര തിരിച്ചു. ഏതാണ്ട് ഒരു 5 മണിയോടെയാണ് ഞങ്ങൾ ലിത്വാനിയയിലെത്തുന്നത്. ലിത്വാനിയയിൽ നിന്ന് അടുത്തൊരു ടാക്സി എടുത്ത് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ, ഞങ്ങൾക്ക് അവിടെ വിശ്രമിക്കാൻ സമയമില്ലല്ലോ, ഞങ്ങൾ തിരിച്ച് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിലുള്ള ആ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. യൂറോപ്യൻ സിറ്റികളെല്ലാം മിക്കവാറും നടന്നു തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരു അവന്യൂ കൂടെ നടന്നു. ലോകത്തുള്ള ഫാഷൻ ബ്രാൻഡ്സ് എല്ലാം ഉള്ള ഒരു അവന്യൂ കൂടെ നടന്നു. ഞങ്ങൾ ഒരു പാർക്കിലേക്ക് എത്തി. അതിമനോഹരമായ പാർക്ക്. ഞങ്ങൾ ആക്ച്വലി ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വളരെ ഓപ്പൺ ആയിട്ടുള്ള, വളരെ ബൃഹത്തായ ഒരു പാർക്കാണ്. ആ പാർക്കിലൂടെ ഞങ്ങൾ നടന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതിൻ്റെ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നതും പല നിറങ്ങളിലുള്ള ഒരു പൂ വിടർന്ന് നിൽക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അത് റോഡിൻ്റെ അതർ സൈഡിലാണ്. ഇത് ചെറി ബ്ലോസം ആയിരുന്നു. അതായത് വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ ഏപ്രിൽ 15 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 30 വരെ ലിത്വാനിയയിൽ ചെറി ബ്ലോസം മുളയ്ക്കാറുണ്ട്, ചെറി ബ്ലോസം പൂക്കാറുണ്ട്. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഈ ഒരു സീസണായിട്ട് എല്ലാ വർഷവും നോക്കിയിരിക്കാറുണ്ട്. കാര്യം ഈ 2 ആഴ്ച അതിമനോഹരമാണ്. ഈ പാർക്ക് ഫുള്ളാണ്. എസ്പെഷ്യലി ഇന്നൊരു സാറ്റർഡേ ഈവനിങ് കൂടി ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും, ലിത്വാനിയയിലെ എല്ലാ ആൾക്കാരും, ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇത് കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഏരിയയിലേക്ക് പോയി. അന്ന് അവിടെ നിന്ന് ഒരു ലോക്കൽ ഫുഡ് കഴിച്ചു. ഇവിടെ എല്ലാം ബീട്രൂട്ട് സൂപ്പാണ്. ഒരു ബീട്രൂട്ട് സൂപ്പ്, മഷ്റൂം ആൻഡ് മീറ്റ് ഇതിട്ടിട്ടുള്ളൊരു സൂപ്പാണ് ഇവിടെ എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ. ഞങ്ങളത് അന്ന് വാങ്ങിച്ച് അത് കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു ബീഫ് സ്റ്റേക്കും കഴിച്ചു. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു പ്ലാനുണ്ട്. ലിത്വാനിയയിൽ ട്രക്കായ് കാസിൽ നിന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ രാവിലെ വിൽനിയസിലെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ട്രക്കായ് കാസിലെത്തി. ഈ ട്രക്കായ് കാസിൽ എന്ന് പറഞ്ഞാൽ ലേക്ക് ഗാൽവേ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു ലേക്കിലുള്ള ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രക്കായ് കാസിലിൽ ഞങ്ങൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് അരമണിക്കൂറിനകത്ത് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതും ഞങ്ങൾക്ക് അടുത്ത യാത്ര ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ട്രക്കായ് കാസിലെ ഒരു വ്യൂ ഒക്കെ ഞങ്ങൾ നിന്ന് ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. എല്ലാം കഴിഞ്ഞു. തിരിച്ച് വരുന്ന വഴി അവിടെ റൈറ്റ് സൈഡിൽ
കുറച്ച് ഷോപ്പുകളുണ്ട്, സോനിയ ഷോപ്പുകളുണ്ട്, കഫേസ് ഉണ്ട്, ബിയർ ബാർസ് ഉണ്ട്, ഇതെല്ലാം കണ്ടു. അതെല്ലാം പ്രോപ്പർ ഓർഗനൈസ്ഡ് ആണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തോന്നിയ വഴിയല്ല എല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഡിസൈനുണ്ട്. അവിടുന്ന് കുറച്ച് ഞങ്ങൾ ആംബർ, അവിടെ എല്ലാവർക്കും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ആംബർ വെച്ചുള്ള ഓർണമെൻറ്റ്സ് ആണ്. ആംബർ അറിയാലോ, ഒരു മരത്തിൻ്റെ കറയാണ്, അത് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ്. അത് 1-2 സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു, സോനിയാസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ചൂടെടുത്തു. ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു, ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ ഒരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നടന്നു തുടങ്ങി. നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ കയറി, ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ചെക്ക് ഔട്ട് ചെയ്തു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് വീണ്ടും ഒരു ഫ്ലൈറ്റ് എടുത്തുള്ള യാത്രയാണ്. ഞങ്ങൾ ലിത്വാനിയയുടെ കാഴ്ചകൾ പിന്നിലാക്കി ഞങ്ങൾ പോളണ്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ പറന്ന് വാർസോയിൽ വന്ന് ലാൻഡ് ചെയ്തു. വാർസോ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഇടത്താവളം മാത്രമാണ്. ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയപ്പെട്ടൊരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ടെന്ന് അറിയാം. സയൻസ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഈ ഒബ്സർവേഷൻ ഡെസ്ക് 53-ാം നിലയിലാണ്. അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് പോളിഷ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ കിനോട്ടേക്ക എന്ന് പറഞ്ഞ തിയേറ്റർ സമുച്ചയം. 8 തിയേറ്ററുള്ള ഒരു തിയേറ്റർ സമുച്ചയമാണ് കിനോട്ടേക്ക. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം ഫെസ്റ്റിവൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ 53-ാം നിലയിലിട്ട് ചെന്നു ഒബ്സർവേഷൻ ഡെസ്ക്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂ ഓഫ് വാർസോ കാണാം. ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു വലിയ നഗരമാണ് വാർസോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സായ കൊക്കക്കോള, മാക്ഡൊണാൾഡ്സ്, ഡിലോയിറ്റ്, അങ്ങനെ മേജറായിട്ടുള്ള കമ്പനികളുടെ എല്ലാം ഒരു ആസ്ഥാനം വാർസോയിലുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം, ഈ ഒബ്സർവേഷൻ ഡെസ്കിൽ കാണാം. ദൂരെ അവരുടെ നാഷണൽ സ്റ്റേഡിയം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങളെ പക്ഷേ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് അവരുടെ ഓൾഡ് ടൗൺ ആണ്. ഒബ്സർവേഷൻ ഡെസ്കിൽ നിന്ന് നോക്കുമ്പോൾ ഓൾഡ് ടൗൺ വളരെ ദൂരെയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്കൊരു പ്രഭാതം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒട്ടും സമയം വേസ്റ്റാക്കാതെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ഓൾഡ് ടൗൺ ലക്ഷ്യമാക്കി നടന്നു. എല്ലാ സിറ്റിയിലും ഓൾഡ് ടൗൺ അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിയുണ്ട്. അതേപോലെ തന്നെ വാർസോയുടെ ഓൾഡ് ടൗണും അതിമനോഹരമാണ്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് ടൗണിൻ്റെ 3/4 ഭാഗങ്ങളും വേൾഡ് വാർ 2 തകർന്നു പോയിരുന്നു. തകർന്നു പോകാതെ നിന്ന അതേ ഛായയിൽ ബാക്കിയുള്ള ബിൽഡിങ് എടുത്തതാണ്. ആ സ്ട്രീറ്റിലെല്ലാം നിറച്ച ആൾക്കാരാണ്. അപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ കഫറ്റേറിയ പോലെ തോന്നുന്ന ഒരു ബിയർ ബാറിലേക്ക് കയറി ഒരു ബ്രേക്ക് എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ലോക്കൽ ഡ്രിങ്കൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടന്നു. ഓൾഡ് ടൗണിലെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. മെർക്യൂർ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഇനി 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ക്രക്കോവ് എന്ന സദേൺ സൈഡിലൊക്കെ ഉള്ള ഒരു പട്ടണത്തിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏതാണ്ട് 1 മണിക്കൂർ സൗത്തിലോട്ട് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ക്രക്കോവ് എന്ന പട്ടണത്തിലെത്തി. ക്രക്കോവിൽ വലിയ ഒരു രസം സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ഹോട്ടലിൽ ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്നത്. അതിൻ്റെ റൂംസൊക്കെ ആക്ച്വലി കാണ്ടി തന്നെയായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ 2 റൂം, അത് കഴിഞ്ഞ് വേറൊരു റൂം, ഒരു റൂമിനകത്താണ്. അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂം നോക്കിയപ്പോൾ അതിനകത്തൊരു 2 കട്ടിലിടാം, അത്ര വലുപ്പം. പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ല. എന്ത് കാര്യം, അവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പം തന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ തീരുമാനിച്ചു. പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേനും ഒരു പ്രൊട്ടസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നു. എന്താ നോക്കിയപ്പം അർമേനിയൻ കൊടിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോഴാണ് ഓർത്തത് അർമേനിയൻ ജനസൈഡിൻ്റെ, ഒട്ടോമൻ തുർക്കികൾ ഏതാണ്ട് 1 മില്യൺ അർമേനിയൻ ആൾക്കാരെ കൊന്നൊടുക്കിയതിൻ്റെ റിമംബറൻസ് ഡേ ആയിരുന്നു. അതിൽ പോളണ്ടിലുള്ള അല്ലെങ്കിൽ ക്രക്കോവിലുള്ള അർമേനിയൻ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ അവരോട് ഒരു കൈയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേനും നമുക്ക് റൈറ്റിലോട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പം തന്നെയാണ് അവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ. പകൽ ഒരു കാഴ്ച, രാത്രിയിൽ വേറൊരു കാഴ്ച. ഞങ്ങൾ മാർക്കറ്റ് സ്ക്വയറിലോട്ട് നടന്നു. അതിഗംഭീരമായ കാഴ്ച. മാർക്കറ്റ് സ്ക്വയറിലോട്ട് എത്തി. ഈ മാർക്കറ്റ് സ്ക്വയറിൽ എല്ലായിടത്തെയും പോലെ 4 സൈഡിലും റെസ്റ്റോറൻറ്റ്സ് ഇല്ല. 3 സൈഡിൽ മാത്രമേ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ. ഒരു സൈഡിൽ സെൻറ്റ് മേരി ബസിലിക്കയാണ്. അതിൻ്റെ ഒത്ത നടുക്ക് തന്നെ വേറൊരു ചെറിയ പള്ളിയും കൂടെ ഉണ്ട്. 3 സൈഡ് റെസ്റ്റോറൻറ്റ്സും ഒരു സൈഡ് ചർച്ചും. അതിനെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടെ
അതിൻ്റെ അടിയിലായിട്ടുണ്ട്, ചർച്ചിൻ്റെ അടിയിലായിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മഴയത്തിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും മെലക്സ് എന്ന് പറഞ്ഞൊരു കാട്ടുണ്ട്. അതൊരു ഗോൾഫ് കാർട്ട് പോലെ ഇരിക്കുന്നത്, പക്ഷേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പല വലുപ്പത്തിലുള്ള ഒരു മെലക്സ് കാർട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, അത് എങ്ങോട്ട് പോകാനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴത്തേനും ചെറിയ മെലക്സ് കാർട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരു സെർജി എന്ന് പറഞ്ഞൊരു കോളേജ് സ്റ്റുഡൻ്റാണ്, പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പം പുള്ളിയെ പരിചയപ്പെട്ടു. അപ്പം പുള്ളിയുടെ ചെറിയ കാട്ടാണ്. അപ്പം പുള്ളിയുടെ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഈ കാട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം പുള്ളി പറഞ്ഞു ക്രക്കോവിലെ ജൂയിഷ് ഗെറ്റോസും ജൂയിഷ് ക്വാർട്ടേഴ്സും കാണിക്കാനായിട്ടുള്ള ടൂറാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാമല്ലോ, ഈ ഹിസ്റ്ററി അറിയാനാണല്ലോ നമ്മൾ ഈ സ്ഥലത്തോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നാളെ ഓഷ്യൻസ് ആൻഡ് ബിർക്കനോയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു ഫ്രണ്ടായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ടൂർ എടുത്തു. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, 40 യൂറോളം പെർ പേഴ്സൺ കൊടുത്തു. അവർ ചോദിച്ച 60 യൂറോ ആണ്, ഞങ്ങൾ 40 യൂറോ ആയിട്ട് കൊടുത്തു. നല്ല മഴ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നടന്ന് മാത്രമേ ഈ സ്ഥലങ്ങളിൽ കാണാവുള്ളൂ. മഴ ആയതുകൊണ്ട് ഞങ്ങൾ കാട്ടിലോട്ട് കയറി പ്ലാസ്റ്റിക് കവർ ഇട്ടു. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു സർജിക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് ഓടി തുടങ്ങി. നമ്മൾ ഓൾഡ് ടൗണിലോട്ട് അല്ലെങ്കിൽ ജൂയിഷ് ഗെറ്റോസിലോട്ടോ ജൂയിഷ് ക്വാർട്ടേഴ്സിലോട്ടോ കയറുന്നതിന് മുന്നേ നമുക്ക് ന്യൂ ടൗൺ കഴിഞ്ഞിട്ട് വേണം ഇതിലോട്ട് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് തലങ്ങും വിലങ്ങും ഓടുന്ന കുറേ ട്രാംസ് ഒക്കെ കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും നമ്മൾ ചെറോക്ക സ്ട്രീറ്റിലെത്തി. ഈ ചെറോക്ക സ്ട്രീറ്റ് ആണ് ആക്ച്വലി ജൂയിഷ് സെറ്റിൽമെൻറ്റിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞാൻ ഏതാണ്ട് ഒരു 10-15ഓളം സിനഗോഗുകൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെ 1500കളിലും 1400കളിലും ഒക്കെ പണി കഴിപ്പിച്ച സിനഗോഗുകളാണിത്. ലേറ്റസ്റ്റ് വന്നിട്ട് 1600. ഇന്ന് ഒരു സിനഗോഗ് മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ അതിനകത്ത്, ബാക്കിയെല്ലാം മ്യൂസിയംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആ സ്ട്രീറ്റിൽ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഗോത്തിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച കോപ്പസ് ക്രിസ്റ്റി ദേവാലയം കാണാം. അതിന്നും ആക്റ്റീവാണ്, ആൾക്കാർ വരുന്നതാണ്, ഞായറാഴ്ചയുള്ള ആരാധനയുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേനും ഒരു തുറസായ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ വലിയ സ്റ്റീലുണ്ടാക്കിയ ചെയർസ് അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതിഗംഭീര ഹിസ്റ്ററിയെക്കുറിച്ച് നോളജുള്ളൊരു പയ്യനാണ്. ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ ബെലാറൂസിൽ നിന്നുള്ള പയ്യനാണ്. സെർഗിക്ക് ഇത്രയും അറിവ് എങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞു. ബുക്കുകൾ വായിച്ചും പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പുള്ളിക്ക് ഇത്ര ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ചോദിച്ചും പറഞ്ഞു ഇത് ഓഷ്വിറ്റ്സ് ആൻഡ് ബിർക്കനോയിൽ കൊന്നുകളഞ്ഞ ഓരോ ജൂയിഷ് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് ഒരു ചെയർ ഈസ് ഈക്വൽ ടു 1000 ജൂസ് അവരുടെ ഓർമ്മയ്ക്കായിട്ടിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് കാണിച്ചു തന്നു. ഈ ഗസ്റ്റ് ഹൗസ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്രിസണാണ്. ഇന്നതൊരു സെക്കൻഡറി സ്കൂളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ബിൽഡിംഗ് എല്ലാം പഴയ രീതിയിൽ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ മാത്രം മറ്റേ സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വീണ്ടും പോയപ്പോഴാണ് നമ്മുടെ ഓസ്കാർ ഷിൻഡലറിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് മൂവി എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഇന്നും അവിടെ ഉണ്ട്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിലെ അതേ ഫാക്ടറി ഇന്നും അവിടെ അവർ നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് പദ്ഗോർസ എന്ന് പറഞ്ഞ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഒരു വിസ്ല റിവറുണ്ട്. ഈ ലോങ്സ്റ്റ് റിവർ ഇൻ പോളണ്ട് ഇസ് വിസ്ല റിവർ. ആ വിസ്ല റിവറിനെ ക്രോസ് ചെയ്ത് വിസ്ല ബ്രിഡ്ജ് ഉണ്ട്. അത് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്താണ്. അതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചും ന്യൂ ടൗണിലേക്ക് വന്നു. അങ്ങനെ ഈ യാത്രകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മാർക്കറ്റ് സ്ക്വയറിലെത്തി. അപ്പോൾ രാത്രിയായി, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഫുള്ളായി. ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രൗഢഗംഭീരമായിട്ട് രഥവും കുതിരയും കൊണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങളും ആഹാരം കഴിച്ചു. അവിടെ കുറേ നേരം കറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി, ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേന്ന് പ്രഭാതം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയും ഈ യാത്രയുടെ ലാസ്റ്റ് ലെഗിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും ലുക്ക് ഫോർവേഡ് ടു ചെയ്ത ഒരു യാത്രയാണ് ഇന്ന് ഞങ്ങൾ നടത്താൻ പോകുന്നത്. ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഓഷ്വിറ്റ്സ് ആൻഡ് ബിർക്കനോ. ക്രക്കോവിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തേണ്ടത്. ഇതൊരിക്കലും മിസ് ചെയ്യരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു 10-15 മിനിറ്റോളം നടന്നു വേണം ഞങ്ങൾക്ക് ആ ബസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ എത്താനായിട്ട്. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഏതാണ്ട് 20 മിനിറ്റ് മുന്നേ ഞങ്ങൾ അവിടെ എത്തി. കാരണം ഈ യാത്ര, കാര്യം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഈ യാത്ര ഇന്ന് മുടങ്ങിയാൽ നടക്കില്ല നമുക്കറിയാം. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ അവർ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. നമുക്കവിടെ
അതിനകത്ത് ID കാണിക്കണം, ചൂട് ഭക്ഷണ പദാർത്ഥങ്ങൾ പാടില്ല, നിങ്ങൾ നൈഫ് അല്ലെങ്കിൽ ബാറ്ററിയുള്ള സാധനങ്ങളൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കാർഷിക ഗ്രാമങ്ങളും പട്ടണങ്ങളും മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയാസും എല്ലാം ക്രോസ് ചെയ്ത് ഞങ്ങൾ 1.5 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് ഓഷ്വിറ്റ്സ് ആൻഡ് ബ്രിക്കനോവിൻ്റെ പാർക്കിംഗ് ലോട്ടിലോട്ടെത്തി. ഇത് ക്രക്കോയിൽ നിന്ന് മാത്രമല്ല, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. വലിയൊരു പാർക്കിംഗ് ലോട്ടാണ്. ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഞങ്ങൾ നടന്നു വേണം ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് വരാനായിട്ട്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് വന്നു. ഏതാണ്ട് ഞങ്ങൾക്കൊരു 20 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഹോളോകാസ്റ്റ് നടന്ന സ്ഥലത്തിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ടിക്കറ്റ് വിൽപ്പന നടക്കുന്നത്. അവിടുന്ന് ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങളുടെ ബസ് ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഞങ്ങളുടെ ടൂറിനെ ഹാൻഡിൽ ചെയ്യുന്ന ടൂർ ഗൈഡിനെ ഏൽപ്പിച്ചു. ആ 2 പേരാണ് ടൂർ ഗൈഡ് ലീഡ് ചെയ്യുന്നത്. ഒരു പ്രായം ചെന്ന ഒരു ലേഡിയും ഒരു ചെറുപ്പക്കാരനും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ അകത്തേക്ക് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം, മുള്ളുവേലികൾ കാണാം, വാച്ച് ടവേഴ്സ് കാണാം, പിന്നെ അവരെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ കാണാം, ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് കാണാം. ഇതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുന്നു. അപ്പോൾ ഓഷ്വിറ്റ്സ് 1, ഇതിന് ഓഷ്വിറ്റ്സ് 1 എന്നാണ് പറയുന്നത്. ഈ ഓഷ്വിറ്റ്സിൽ ഒരു ചെറിയ ഫെസിലിറ്റി ആയിരുന്നു ഇത്. 1941 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 10,000-കണക്കിന് ജൂയിഷിനെ ഡെയിലി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം. അപ്പം പല മാർഗ്ഗങ്ങൾ ഇവർ തേടുന്നുണ്ട്, എങ്ങനെ കൊന്നൊടുക്കുക എന്നുള്ളത്. കുറേ ആൾക്കാർ ഒരു കഴിമരം ഇപ്പോഴും നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാരെ കഴിമരത്തിൽ കയറ്റി കൊന്നു നോക്കി. പക്ഷേ മാസ് എക്സ്റ്റർമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇവർ സൈക്ലോൺ ബി എന്ന് പറഞ്ഞൊരു പെസ്റ്റിസൈഡ് ആദ്യമായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഈ ഓഷ്വിറ്റ്സ് 1 അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസ്മെൻറ്റിലോട്ടാണ് നമ്മളെ അവർ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് അതിനകത്തോട്ട് ഒരു 100 കണക്കിന് ആൾക്കാരെ കയറ്റി നിർത്തിയിട്ട്, വലിയ ഹോളല്ല, ചെറിയ പ്ലേസാണത്, അതോട്ട് കയറ്റി നിർത്തി മുകളിൽ നിന്ന് ഗ്യാസ് സൈക്ലോൺ ബി തുറന്നു വിട്ട് ആദ്യത്തെ ടെസ്റ്റിംഗ് നടത്തുന്ന അവിടെയാണ്. ഇവരെല്ലാം മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ടൊരു മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൽ അവർ കാണിക്കുന്നത് ചെരുപ്പുകൾ, ലെതർ ചെരുപ്പുകൾ, ലെതർ പെട്ടികൾ, അവരുടെ ഡ്രസ്സസ് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നു. ഇവരുടെ വീടുകളിൽ നിന്ന് ജർമ്മൻ പോലീസ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നത്, നിങ്ങളെ ഇവിടുന്ന് ബെറ്ററായിട്ടൊരു സ്ഥലത്തേക്കാണ് മാറ്റുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനവും ഒരു പെട്ടി മാത്രം ക്യാരി ചെയ്ത് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനവും ഈ പെട്ടിയിൽ കയറ്റിയിട്ടാണ് അവിടുന്ന് യാത്ര തിരിക്കുന്നത്. ആ പെട്ടികളാണ് നമ്മളീ കാണുന്നത്. വിലപിടിപ്പുള്ള സാധനം എല്ലാം ജർമ്മൻ സോൾജേഴ്സ് എടുക്കും, ഇവരെ തള്ളിയതിലോട്ട് വിടും. അങ്ങനെ അതിദാരുണമായ ഒരു കാഴ്ചകളിലൂടെ അവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തിയതിൻ്റെ തൊട്ട് വെളിയിലായിട്ടൊരു സൈലൻ്റ് ഏരിയ ഉണ്ട്. ഇവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും ആൾക്കാർ കൊണ്ട് പൂക്കൾ വെക്കുന്നുണ്ട് അവിടെ. ആ ഒരു ഏരിയ നമുക്ക് അവിടെ കാണാം. നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് സൈലൻസിലാണ് നമ്മൾ പോകുന്നത്. ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ബിർക്കനോവിലേക്കാണ്. ഈ ബിർക്കനോവ് എന്ന് പറയുന്നത് ഓഷ്വിറ്റ്സിൻ്റെ ഒരു 10 ഇരട്ടിയുള്ള സ്ഥലത്താണ്. ഏതാണ്ട് 42 സ്ക്വയർ കിലോമീറ്ററിലായിരുന്നു ഈ ഓഷ്വിറ്റ്സ് ആൻഡ് ബിർക്കനോ സ്പ്രെഡ് ചെയ്ത് നിന്നിരുന്നത്. ബിർക്കനോവിൽ ഗ്യാസ് ചേമ്പേഴ്സ്, വലിയ തോതിലുള്ള ഗ്യാസ് ചേമ്പേഴ്സ് അവർ കൺസ്ട്രക്ട് ചെയ്തു. ലക്ഷക്കണക്കിന് ആൾക്കാരെ അതിനകത്തോട്ട് കൊണ്ടുപോയി ഇതേ സൈക്ലോൺ ബി വെച്ചിട്ട് അവരെ കൊന്നെടുക്കുകയുണ്ടായി. ഇന്ന് അവരുടെ ഓർമ്മയ്ക്കായിട്ട് കല്ലിൽ തീർത്ത കുറേ ശില്പങ്ങളുണ്ട്. അതെല്ലാം കണ്ട് ആ ഓർമ്മയിൽ അവരുടെ എല്ലാം എന്ത് യാതനയിലായിരിക്കും അവർ ജീവിതം വിട്ടുപോയിട്ടുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ബാരക്കുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ബാരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തട്ടുള്ള ഒരു 10 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബാരക്കാണ്. അവിടെ വരുമ്പോൾ അസുഖങ്ങൾ വരും, പലരും മരിച്ചു പോവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ കിട്ടാതെ ഞാനും ഷാജിയും തമാശകളൊന്നും പറയാതെ സത്യത്തിൽ ഞങ്ങൾ നിന്ന ഒരു സ്ഥലമാണ് അവിടെ. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടു. ഞങ്ങൾ പുറത്തോട്ട് വന്നു. വിങ്ങി പൊട്ടിയ മനസ്സും ഈറണിഞ്ഞ കണ്ണുകളുമായിട്ട് ഞങ്ങളെ കാഴ്ചകളോട് അവിടുന്ന് ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ടെത്തി. ആരും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ തിരിച്ചുള്ള യാത്ര 1.5 മണിക്കൂർ യാത്ര. ആ ബസ്സിൽ ഒരു എൻജോയ്മെൻറ്റോ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഞങ്ങളുടെ ആ യാത്ര അവർക്കുള്ള ഒരു ഡെഡിക്കേഷനായിരുന്നു. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. പോലീസുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് വിടാനായിട്ട് വന്നത്.
അങ്ങനെ ജോൺ പോൾ സെക്കൻഡിൻ്റെ പേരിലുള്ള എയർപോർട്ടിൽ, ക്രക്കോവിലെ എയർപോർട്ടിൽ ഞങ്ങളെ കൊണ്ട് ഇറക്കി. ഞങ്ങൾ അവിടുന്ന് ദുബായിക്ക് പറന്നു. ഈ 11 ദിവസവും വളരെയധികം അറിവുകളുടെയും തിരിച്ചറിവുകളുടെയും ദിവസങ്ങളായിരുന്നു. ഓരോ യാത്രയുടെ അവസാനവും അടുത്ത യാത്രയുടെ തുടക്കം മാത്രമാണ്.